ഐഡി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണ്. ഈ പടത്തിൻ്റെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ വഴി അഡൽട്ടായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നായകടുത്തുണ്ട്, പല നടന്മാരും പലവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പ്രത്യേകിച്ച് നായികമാർ. നമുക്കറിയാം, എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തുകയും ആ പേജിൻ്റെ പുറകെ നടന്ന് കണ്ടെത്തിയ ഒരു വിഷയമാണ്. ശരിക്കും പേജ് പറയുന്നത് എന്നാലും പറയാം, നടികൾ വെടികൾ എന്ന് പറഞ്ഞൊരു പേജ്. ആ പേജിൻ്റെ അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അതിലകപ്പെട്ടു പോകുന്ന, ഇല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചെടുക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ്. അതിൽ ഭാര്യയായിട്ട് ദിവ്യ പിള്ളി, ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടനുമാണ്. അപ്പം അവർ അഭിമുഖീകരിക്കുന്ന വിഷയം, അതിൻ്റെ സൊല്യൂഷൻ, അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തന്നെ, അതിൽ പല പ്രശ്നം, ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു പ്രശ്നം. ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴി പോയത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കൊന്ന് മനസ്സിലായി. പല പേജുകളും ഉണ്ടെങ്കിലും ചില പേജുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അതിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10,000 തൊട്ട് 50,000, 70,000, 1,00,000 വരെ വരുന്ന ഫോളോവേഴ്സ് ഉള്ള പല പേജുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണ് ഈ പേജുകൾ എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാണുന്നത് ഫോട്ടോസ്, കുറേ അഡൽട്ടായിട്ടുള്ള സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വായിക്കാനും കാണാനും. പലവരും അതിനകത്ത് കയറുന്നത് അതാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കാം. പക്ഷെ അല്ല, അതിന് പിന്നിലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജമാണിക്യ സിനിമയില് ഒരു പാതിരാത്രി ചെന്നിട്ട് ഈ ഒരു സിനിമയുടെ കഥ പറയാൻ പറ്റി ചെയ്യാം. അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം രാവിലെ സുരേഷനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചിലപ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണോ, രാവിലെ 9 മണി ആയപ്പോൾ നമുക്ക് ചെന്നു. അപ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ അവിടെ ഷട്ടിൽ ബാറ്റ് വെച്ചിരിക്കുക കടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടില്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ്. ഞാനും സുരേഷനും പിന്നെ എൻ്റെ വീട്ടിൽ ജെറിയുണ്ട്, ഷട്ടിൽ വെച്ചിട്ടിരിക്കും. പിന്നെ ഞാൻ സുരേഷിനും കൂടി വന്നു. ആദ്യം കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് കേന്ദ്രം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്ത് പടം വർക്കാവൂ എന്നൊരു സംഭവം പറയുന്നത്. ഞങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കണ്ടന്റ് സ്പ്രെഡ് ചെയ്യുന്ന പേജിനെ കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. അല്ല, ഇതൊരു അവയർനെസ് കൂടെ ഈ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു
ഇൻബോക്സ് വരാൻ പറഞ്ഞു. ഞാൻ ഇൻബോക്സിൽ ചെന്നു. എനിക്ക് ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആകാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും എനിക്കറിയില്ല. അപ്രൂവൽ ഒക്കെ വേണ്ട? ഇതുപോലത്തെ സാധനം അപ്രൂവ് ചെയ്തോ? എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലം. ഫേസ്ബുക്ക് മാത്രമല്ല, ഉണ്ടല്ലേ? ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു, ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ്, 10,000 രൂപ, അല്ല 5,000 രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം. അല്ലല്ല 5,000 രൂപ നേരിട്ടാണ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഫോട്ടോ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോരോ ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും കാര്യമൊന്നും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില്, അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും പറയാൻ കുറച്ച് അടിയുണ്ടാവും. അല്ല ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ, ഇപ്പൊ ടൂർ പോകുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചില പേരറിയില്ല. അപ്പൊ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപ ഒരു ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ്ഫേക്ക് ചെയ്യുന്ന പറ്റിയിട്ടും ഇപ്പമുള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ട് മറ്റേ ചെറിയൊരു AI വീഡിയോ ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടി സെക്സാക്കിട്ട് ആക്റ്റീവായിട്ട് ജില്ലയാണ് വരുന്നുണ്ടോ? നീ ആ കന്മയുടെ പുറകിൽ വിളിച്ചു അല്ല മറ്റു ജില്ലകളെക്കാളും കൂടുതൽ അത് പ്രശാന്ത് കിട്ടുന്നതിന്റെ മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥ. പ്രണോദേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ മരന്ന് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല. അപ്പൊ ഇതൊക്കെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. മലയാളത്തിൽ വളരെ ചെറിയ ചിത്രങ്ങളിലാണോ, പക്ഷെ ഇപ്പോഴും ഒരു പാൻ സ്റ്റാറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ
അപ്പോൾ മലയാളത്തിൽ ചിത്രം യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കഥാപാത്രം അത്ര ഡെപ്ത് ഉണ്ടാവുമെന്ന് എനിക്കായിരിക്കും. ഇപ്പോൾ ഇതിനകത്തുള്ള ഐഡിയ കഥാപാത്രം എത്തോളം ഡെപ്തുണ്ട്? ഇതാ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണത്. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇതിങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്, അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഓൺലൈൻ കമന്റ്സുകൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന് വേണ്ടി വരുന്ന കമന്റ്സുകൾ ചില നല്ലതായിരിക്കും, ചില പോസിറ്റീവ്, ചില ഓവർ പ്രൊട്ടക്റ്റീവ് ആവും, ചില വളർത്തലാവാം. എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മെഷർമെൻറ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള തിങ് നമുക്കത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷെ അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്, എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ചില സമയത്ത് നമ്മളത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് യു കാൺ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമില്ലടാ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, പ്രസ് മീറ്റ് അല്ലേ? നമ്മൾ തന്നെ എപ്പോഴും എത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു. ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല, ഒരുപാടുണ്ട്. ഞാൻ കുറച്ചധികം തീരും, എന്നേക്കാൾ തീരും. അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപന്റെ പ്രിൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിന്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പൊ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിന്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വല് തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന. കോപ്പങ്ങള്, അങ്ങനെ അപ്കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷിക്കാന്നിരിക്കില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫേറ്റല്ലേ. സിനിമ അതിന്റെ സക്സസും ഫെയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബ ഞങ്ങൾ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ആയിരുന്നു. ദിലീപേട്ടനോട് അല്ലെങ്കിൽ ഇപ്പം ചെയ്ത പടങ്ങളാണ്. അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്.